നിരവധി പേരാണ് പിരിച്ചുവിടലിലൂടെ കോറ ഹെൽത്ത് എന്ന കമ്പനി വഴിയാധാരമാക്കിയത്. പിരിച്ചുവിടലിനെതിരെ പ്രതിഷേധം ശക്തമാണ്. വിവിധ സംഘടനാ നേതാക്കൾ ജീവനക്കാരെ പിന്തുണച്ച് കോറ ഹെൽത്ത് ഓഫീസിൽ എത്തി. ജീവനക്കാരെ അകത്ത് കയറ്റാതെ അധികൃതർ ഓഫീസ് പൂട്ടിയിരുന്നു. തുടർന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഓഫീസ് തുറന്ന് ജീവനക്കാരെ അകത്ത് പ്രവേശിപ്പിക്കുകയായിരുന്നു. നിങ്ങളെ സ്ഥാപനമാണല്ലോ, അവരെന്തോ തീരുമാനം ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ ടോയ്ലറ്റ് പോകണോ, അകത്തിരുന്നോ, ബാക്കി പിന്നെ പോകാലോ. ജോലി പറയുന്നതൊക്കെ ബാക്കി നോക്കാം. കയറി ബാത്റൂമിലോ മറ്റോ പോകേണ്ടതൊക്കെ പോയിക്കോ. നിങ്ങളെ സ്ഥാപനമല്ലേ, നിങ്ങൾ അങ്ങനെ ഇറങ്ങി പോകണ്ടല്ലേ. രാവിലെ മുതലേ രൂപകണക്കാണ് പുറത്തേക്കാണ്. ഇല്ല, നിങ്ങൾക്ക് പ്രാഥമിക അങ്ങനെ എന്തെങ്കിലും ചെയ്യാനോ ടോയ്ലറ്റ് പോകാനൊക്കെ ഉണ്ട്, പോയിക്കോ. നിങ്ങളെ സ്ഥാപനമാണ്, കയറുന്നവർ കയറിക്കോളി. 10-ാം തീയതി മന്ത്രിതല ചർച്ച നടത്തുമെന്ന് ഉമാ തോമസ് MLA പറഞ്ഞു. മീറ്റിംഗിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഹയർ ഒഫീഷ്യൽസിന് സംസാരിക്കാനായിട്ട് അവസരം കൊടുക്കണം. അതുവരെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന ഒരു തീരുമാനത്തിലാണ് പിരിഞ്ഞത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി ഇന്ന് രാവിലെ അവർക്ക് 6-ാം തീയതി ഇന്ന് രാവിലെ അവർക്ക് എത്താൻ സാധിക്കില്ല, 10-ാം തീയതി ആക്കണം എന്ന് അവരുടെ ഒരു മെയിൽ വന്നിട്ടുണ്ട്. ലേബർ കമ്മീഷണറും അതുപോലെ തന്നെ ലേബർ ഓഫീസറും എല്ലാം വന്നിട്ട് ഇന്ന് കുട്ടികളുടെ വിവരങ്ങൾ എന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിന്ന് മീറ്റിങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്നത്. അതേസമയം നമ്മളുടെ കുട്ടികൾ കുറേ പേര് അവരുടെ ഓഫീസിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇന്ന് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അവരെ ആരെയും ഓഫീസിലേക്ക് കയറ്റിയിട്ടില്ല. ഇത്രയധികം കുട്ടികൾ, 800ഓളം കുട്ടികൾ നമ്മളുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നവർ, മെഡിക്കൽ കോഡിംഗ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി ഇല്ലാതാവുക, ജോലി നഷ്ടപ്പെടുക എന്നുള്ള ഒരു സന്ദർഭം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കിലെടുത്താണ് മിനിസ്റ്റർ ഈ മീറ്റിങ്ങിന് പങ്കെടുത്തോളാം എന്ന് പറഞ്ഞിരിക്കുന്നത്. കമ്പനി അധികൃതർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ലേബർ കമ്മീഷൻ അറിയിച്ചു. കമ്പനിയിലെ കുട്ടികൾ, കോറോ ഹെൽത്തിലെ കുട്ടികൾ ട്രേഡ് യൂണിയൻസ് ആയിട്ട് വിശദമായിട്ടുള്ള മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ തന്നെ കമ്പനി തുറന്ന് പ്രവർത്തിക്കും. ആസൻ മറ്റ് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. 10-ാം തീയതി കമ്പനി റീസ്റ്റാർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫുൾ ഫ്ലെഡ്ജിൽ വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഗവൺമെന്റിന് അതിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം അവർക്ക് വേണമെങ്കിൽ വാട്ട് എവർ സപ്പോർട്ട് നീഡഡ് അത് സർക്കാർ ചെയ്തു കൊടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരിട്ട് തന്നെ വന്ന് മീറ്റിംഗ് നടത്തുന്നുണ്ട്. ടിൽ ദെൻ നമ്മൾ ക്ലോഷറുമായിട്ട് ഒന്നും ലീഗൽ പ്രൊസീജിയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇസ് ഓൾസോ നോട്ട് സ്റ്റാർട്ടിംഗ്. വി ആർ വെയിറ്റിംഗ് ഫോർ ദ മീറ്റിംഗ് ടു ഹാപ്പൻ. അതുവരെ തുടർന്ന് പോകുന്നതാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും ആജ്ഞ രവീന്ദ്രനും ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, ജീവനക്കാർക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം എന്ന് തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും നോമി, പ്രത്യേകിച്ചും 800-ലധികം എംപ്ലോയീസിനെയാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ അവരൊരു ദിവസം അവരുടെ ജോലിക്ക് അവരുടെ സീറ്റിലെത്തുമ്പോൾ ഇനി തുടരണ്ട എന്നുള്ളൊരു ഇൻറ്റിമേഷനാണ് കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും അല്പം ഒരു ആശ്വാസം കിട്ടുന്ന നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത് എന്ന് വേണം പറയാൻ. പക്ഷേ അതൊരു തീരുമാനമല്ല, അന്തിമ തീരുമാനമല്ല. പ്രത്യേകിച്ചും 10-ാം തീയതി മന്ത്രിതല തീരുമാനത്തിന് ശേഷം അല്ല ചർച്ചയ്ക്ക് ശേഷമായിരിക്കും അതിലൊരു വ്യക്തത വരിക. എന്നിരുന്നാൽ ഇന്ന് രാവിലെ ഈ ജീവനക്കാർ ഇവിടെ എത്തുമ്പോൾ അവരുടെ ഓഫീസിലേക്ക് കയറാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ ശ്രമങ്ങൾ, അത് മാത്രമല്ല പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ജീവനക്കാർ ഓഫീസിലേക്ക് കയറുന്നത് തടയുന്ന സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ 800ഓളം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 800-ലധികം ആളുകൾ രാവിലെ 9 മണിക്ക് അവരുടെ കൃത്യമായ ജോലി സമയത്തെത്തുന്നു. അത് അവരെ ജോലിക്ക് പ്രവേശിപ്പിക്കാതിരിക്കുന്നു. അതേ തുടർന്ന് അവർക്ക് ഇവിടെ തന്നെ അതായത് ഓഫീസിന് പുറത്തേ ഉള്ള ഭാഗത്ത് ഈ വെയിലത്തൊക്കെ തടിച്ചു കൂടേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അത് മാത്രമല്ല, ഇതിൽ നിരവധി സംഘടനാ യൂണിയൻ ഭാരവാഹികൾ, നേതാക്കളൊക്കെ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. നിരവധി തൊഴിലാളി സംഘടനകൾ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. ATUC ഇടപെട്ടു, CITU ഇടപെട്ടു, അതുപോലെ INTUC ഇടപെട്ടു, DYFI ഇടപെട്ടു, CPM ഇടപെട്ടു. അങ്ങനെ
അങ്ങനെ അല്ലെ ഹൈബിയുടെ എത്തി, അങ്ങനെ കോൺഗ്രസ് എത്തി, അങ്ങനെ MP-മാർ MLA-മാർ ഇവരെല്ലാവരും ഇവിടെ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും കേന്ദ്രത്തിൽ ലേബർ നിയമം നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ, ലേബർ കോഡ് നടപ്പിലാക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ചും കേരളത്തിൽ ലേബർ കോഡ് നടപ്പിലായിട്ടില്ല. ലേബർ കോഡിന്റെ നടപ്പിലാക്കലുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇനി നേരിടാൻ പോകുന്നത് വലിയ പ്രത്യാഘാതമാണ്. അത്തരത്തിലുള്ള ആശങ്കയാണ് ഡിവൈഎഫ്ഐ നേതാവ് VK സനോജും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അങ്ങനെയാണ് എന്തായാലും വലിയ ആശങ്കയായിരുന്നു ഈ ചർച്ച കഴിയുന്നത് വരെ ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർക്കുണ്ടായിരുന്നത്. അവരോടൊപ്പം എല്ലാവരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നിന്നെങ്കിൽ പോലും അവർക്ക് ആ ചർച്ചയിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പല ജീവനക്കാരും നമ്മളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ MLA ഇവിടെ വന്ന് സംസാരിച്ച ശേഷം ഉമ്മ തോമസ് MLA-യും ലേബർ കമ്മീഷണറും ഇവിടെ വന്ന് സംസാരിച്ചിരുന്ന സാഹചര്യത്തിൽ ആണ് അവർ അല്പം ഒരു ആശങ്ക നീങ്ങിയ ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അതിനുശേഷം ഈ കമ്പനി അവരെ ഓഫീസിൽ പ്രവേശിപ്പിക്കാമെന്നുള്ള ഒരു ധാരണ എത്തിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ജോലി തുടരാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അല്ലെങ്കിൽ അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുന്ന സാഹചര്യത്തിൽ കമ്പനി പോകില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും അവർക്ക് ഓഫീസിലെത്താം, അവർക്ക് അനുവദിച്ചിരിക്കുന്ന സ്പേസിലിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ഇതുവരെ ഓഫീസിൽ എങ്ങനെയായിരുന്നോ അത്തരം കാര്യങ്ങൾ തുടർന്നു പോകാം. ഈ 10-ാം തീയതി വരെ, 10-ാം തീയതിക്ക് ശേഷം മന്ത്രിതല ചർച്ചയുണ്ടാവും. പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു ചർച്ച നടന്നെങ്കിൽ പോലും ഈ സ്ഥാപന ഉടമകൾ അതിനോട് എത്രമാത്രം നീതി പുലർത്തുമെന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ജീവനക്കാർ ഇപ്പോഴും ആശങ്കയിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ചർച്ച കഴിഞ്ഞാലും ഇവരെ അവിടെ തിരിച്ച് ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്നൊരു ഉറപ്പ് നമുക്ക് നൽകാൻ കഴിയുമോ? ജീവനക്കാർക്ക് അതിൽ എന്തെങ്കിലും ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയല്ലേ? നവമി, ജനുവരിയിൽ ഒരു 25 പേർക്ക് ഇവരെ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ലേബർ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതിയും നൽകിയിരുന്നതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പരാതി പിന്നീട് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയായിരുന്നു. ഇന്ന് ലേബർ കമ്മീഷന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ജീവനക്കാർ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യം. 2 പരാതിയുടെ ഡോക്യുമെന്റ്സും അവർ വ്യക്തമായും ലേബർ കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കുക. അതായത് ഇത് ഈ കമ്പനിയുടെ ആദ്യത്തെ നടപടി അല്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ കമ്പനി പിരിച്ചുവിടുന്ന, അതായത് കോഴിക്കോടും കൊച്ചിയിലുമുള്ള കമ്പനി പിരിച്ചുവിടുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമ്പോഴും കമ്പനി അതിന്റെ സാമ്പത്തിക ബാധ്യതയാണ് മുന്നോട്ട് വെക്കുന്നത്. കമ്പനി നഷ്ടത്തിലാണ്, അല്ലെ പ്രോഫിറ്റ് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും ആ കമ്പനി മറ്റിടങ്ങളിലൊക്കെ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ ജോലി അന്വേഷിക്കുന്ന ആളുകൾ, ഇവർ തന്നെ പിരിച്ചുവിടപ്പെട്ട ആളുകളൊക്കെ തന്നെ മറ്റിടങ്ങളിലേക്ക് അവരുടെ എക്സ്പീരിയൻസ് വെച്ച് ജോലി അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഹയറിംഗ് ഓപ്ഷൻസ്, ഈ കോറോ ഹെൽത്ത് തന്നെ മറ്റ് എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്നു എന്നുള്ള ആഡുകൾ കാണുന്നു. അത്തരത്തിലുള്ള ഇൻറ്റിമേഷൻസ് ഒക്കെ കാണുന്നുണ്ട്. അത് തന്നെ കൊണ്ട് തന്നെ കമ്പനി നഷ്ടത്തിലാണോ എന്നുള്ള കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ധനകാര്യ പ്രശ്നമാണോ സാമ്പത്തിക പ്രശ്നമാണോ ഇതിന്റെ അടിസ്ഥാനം എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ലേബർ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരം ആശങ്കകൾ, അതായത് ഈ കേരളത്തിലുള്ള കമ്പനികൾ പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ 100 എംപ്ലോയീസ് ഉള്ള ഒരു കമ്പനി അടച്ചു പൂട്ടുന്നതിനും അതിൻ്റെതായ നിയമവശങ്ങളുണ്ട്. ഇത് ഒറ്റയടിക്ക് ഇത്തരത്തിൽ ഈ കമ്പനിക്ക് നോട്ടീസ് നൽകുന്നു. ഇവർ ജീവനക്കാരോട് പിരിച്ചു വരാൻ നടപടിയിലേക്ക് പോകുന്നു. 3 മാസത്തെ ശമ്പളം കൊടുത്തു എന്ന് കമ്പനി പറയുമ്പോഴും ജീവനക്കാർ വ്യക്തമാക്കുന്നുണ്ട് 2 മാസ ശമ്പളവും അതുവരെ റണ്ണിംഗ് ആയിട്ടുള്ള ഡേയ്സിലെ ശമ്പളവുമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. 3 മാസ ശമ്പളം ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. 2 മാസ ശമ്പളവും അത് കമ്പനി അവകാശപ്പെടുന്നത് 3 മാസ ശമ്പളം അവർക്ക് നൽകി എന്നുള്ളതാണ്. പക്ഷേ പിരിച്ചുവിടൽ നടപടി തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിന്നാലെയാണ് ഈ നീക്കവുമായി കമ്പനി മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നവമി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നു, ജനപ്രതിനിധികളടക്കം സർക്കാർ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നു, എന്നിട്ട് ഇതിൽ ഈ നടപടിക്രമങ്ങൾ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. തുടർന്നും കമ്പനി അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതും. അതുകൊണ്ടാണ് ഇനി ഈ ജീവനക്കാർ ഇവിടെ എത്തിയപ്പോൾ ഇത് മുഴുവൻ അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്കും അവരുടെ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഇവരെ തടയുന്ന സാഹചര്യത്തിലേക്കും ഒക്കെ പോയത്. പക്ഷേ പിന്നീട് ഡിവൈഎഫ്ഐ ഇടപെട്ടിട്ടാണ് മറ്റുള്ളവരെ അകത്തേക്ക് കയറ്റുന്നത്. പക്ഷേ ഡിവൈഎഫ്ഐ എന്നുള്ളതല്ല, എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഇവിടെ എത്തിയിരുന്നു. എല്ലാവരും, അതായത് ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തൊഴിലാളി സംഘടനകളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുക, അവർക്ക് വേണ്ടി സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. സർക്കാർ ഇടപെടണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണം. ഹൈബിയുടെ വിഷയത്തിൽ, അത് പാർലമെന്റിൽ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ, ഒരുപക്ഷേ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷേ ഇത് അവസാനിക്കട്ടെ എന്ന് പറയുമ്പോഴും
അത് ഈ വിഷയം അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ലേബർ കോഡ് നിലവിൽ വരുന്ന ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടും അത്തരത്തിലൊരു ഇടപെടലുകൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള ആശങ്ക മൊത്തത്തിലൊരു തൊഴിൽ മേഖലയിലേക്ക് അത് അത്തരത്തിലൊരു മെസ്സേജ് നൽകുന്നത് പോലെ വേണം അതിനെ കണക്കാക്കാൻ എന്നുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ശക്തമാണ്. നോമി, ശരി. ഞാൻ ഡാനി പോളിലേക്കും കൂടി പോകുന്നു. ഡാനി, ഇന്നത്തെ ചർച്ച അത് എത്രമാത്രം പോസിറ്റീവായി നമുക്ക് കണക്കാക്കാം? കാരണം ഈ കമ്പനി അധികൃതർ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല, അവർ മന്ത്രിതല ചർച്ചയിൽ പങ്കെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ വിശദീകരണമാണ് ഇന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നും മുന്നോട്ട് വെച്ചത്? നവമി, ഇന്ന് ചർച്ചകൾ നടന്നപ്പോൾ കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ മാത്രമാണ് അതിലേക്ക് ഭാഗഭാഗമായത്, പങ്കെടുത്തതെന്ന് പറയാം. മറ്റുള്ളതെല്ലാം തന്നെയും ഈ തൊഴിലാളി സംഘടനകളെ പ്രതിനിധീകരിച്ചു. ഒപ്പം തന്നെ ഇതിന് അധ്യക്ഷത വഹിച്ചത് ലേബർ ഓഫീസറും അസിസ്റ്റന്റ് ലേബർ ഓഫീസറും MLA തൃക്കാക്കര MLA ഉമാ തോമസ് തുടങ്ങിയവരടക്കമുള്ളവരോടാണ് ഈ ചർച്ചകളെല്ലാം തന്നെ നടന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഏകധാരണ എന്ന് പറയുന്നത് ഈ 10-ാം തീയതി വരെയും, അതായത് മന്ത്രിതല ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന ഈ 10-ാം തീയതി വരെയും അവർക്ക് ആ ഓഫീസ് പരിസരങ്ങൾ ഉപയോഗിക്കാനുള്ള അനുമതി മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതായത് അവർക്ക് ആ ഓഫീസിൽ വന്നാൽ അതിനകത്തേക്ക് കയറിയിരിക്കാം, അത് മാത്രവുമല്ല അവിടുത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താം, ക്യാൻറ്റീൻ അടക്കമുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താം എന്ന കാരണങ്ങൾ മാത്രമാണ് നൽകിയത്. അപ്പോഴും അവർക്ക് അവിടെ ഒരു തൊഴിലുറപ്പോ അല്ല എങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യമോ ഒന്നും തന്നെ സ്ഥിരപ്പെടുന്നില്ല. ഈ സ്റ്റാറ്റസ് കോ തുടരുമെന്ന് പറയുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഇതിലെ ഈ സൗകര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകാം ഈ 10-ാം തീയതി വരെയും എന്നതാണ്. അതായത് 10-ാം തീയതി വരെയും അവർക്ക് വന്നാൽ ഈ അടച്ചിട്ട ഒരു വാതിലുകൾ അവർക്കുണ്ടാവില്ല, അവർക്ക് ഓഫീസിനകത്തേക്ക് കയറാം. അപ്പോഴും അവർക്ക് എന്താണ് തൊഴിൽ, എങ്ങനെയാണ് അന്ന് ജോലിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പൂർണ്ണമായും തന്നെ അത് കമ്പനിയുടെ നിയന്ത്രണത്തിൽ തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി 10-ാം തീയതിയിലേക്ക് വരുമ്പോൾ ഈ ചർച്ചകൾ നടക്കുന്നത് നിലവിലുള്ള ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് തങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, ആ വാദമുഖങ്ങളെല്ലാം തന്നെ അത് ഉയർത്തുകയും ചെയ്യും. ഇന്ന് അവിടെ സംസാരിച്ച ഈ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളടക്കം ചൂണ്ടിക്കാണിച്ചത് ഈ വരുന്ന ഈ ലേബർ കോഡ് സംബന്ധിയായ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്ന ആശങ്ക അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇന്ന് ഒരു കോറോ ഹെൽത്ത് ആണെങ്കിൽ നാളെ അത് നിരവധിയായ കമ്പനികളിലേക്ക് അടക്കം നീങ്ങുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് അടക്കം പോകേണ്ടതുണ്ട്. പക്ഷേ അപ്പോൾ പോലും അത് എത്രത്തോളം എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ കേന്ദ്ര നിയമമാണ്, അതിനനുസരിച്ചുള്ളൊരു സാഹചര്യങ്ങളെല്ലാം അവർക്ക് അനുകൂലമായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നൊരു സമയമാണിതെന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് മന്ത്രിതല ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ ഈ കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രത്യേകം ആവശ്യപ്പെടുന്നത്. അവരുണ്ടായാൽ മാത്രമേ ഈ ചർച്ചകൾക്ക് ഒരു അർത്ഥമുണ്ടാവുകയുള്ളൂ. മറ്റിടങ്ങളിലെല്ലാം ഈ കമ്പനി അനുവർത്തിക്കുന്നതും ഇതേപോലത്തെ ഒരു രീതിയാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇവിടെ അത് ഉണ്ടാകാതിരിക്കാൻ, കേരളത്തിൽ അത്തരം ഒരു തൊഴിൽ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ഒരു പ്രതിരോധം എന്ന രീതിയിൽ തന്നെ അത് ചെറുക്കേണ്ടതുണ്ട്. അപ്പോൾ കമ്പനി മാനേജ്മെൻറ്റ് പ്രതിനിധികൾ അന്ന് വന്നേ തീരൂ എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ അവർ എത്തിയില്ലെങ്കിൽ എന്ത് നടപടി ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ലേബർ ഓഫീസർ പറഞ്ഞൊരു കാര്യം, ഈ 100-ലധികം ജീവനക്കാരുള്ള ഒരു സ്ഥലത്ത് അവരെ പിരിച്ചുവിടുന്നെങ്കിൽ നിലവിലിപ്പോൾ ഒരു നിയമമുണ്ട്, നോട്ടീസ് നൽകി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് പറഞ്ഞുവിടാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെയല്ലാത്ത രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നിയമ നടപടികൾ എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളുണ്ട്, തൊഴിൽ നിയമം അടക്കം മാറുന്ന അല്ലെങ്കിൽ അതിനെ ആ രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ഈ ചർച്ചകളിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 10-ാം തീയതിയിലെ ചർച്ച നിർണായകമാണ്. 10-ാം തീയതി വരെയും ഈ ഇപ്പോഴുള്ളൊരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അവർക്ക് ആ ഓഫീസിനകത്തേക്ക് കയറാം, തൊഴിൽ എന്ത് അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നത് സംബന്ധിച്ച കോറ ഹെൽത്തിലെ ജീവനക്കാർ 10-ാം തീയതി നടക്കുന്ന യോഗത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ്. അന്ന് കമ്പനിയിലെ ജീവനക്കാർ തന്നെ, കമ്പനിയിലെ ഉദ്യോഗസ്ഥർ തന്നെ എത്തുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ഡാനി പോളും ആജ്ഞ രവീന്ദ്രനും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.